എഞ്ചിനീയറിംഗ് കോളേജസിൽ അഡ്മിഷൻ കിട്ടുന്നതിനും അല്ലെങ്കിൽ ബിഫാം കോഴ്സുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിലും നിങ്ങൾ എഴുതിയിരിക്കേണ്ട ഒരു എൻട്രൻസ് എക്സാം ആണ് കീം. കഴിഞ്ഞ വർഷം വരെ കീം എൻട്രൻസ് എക്സാം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിരുന്നു. എന്നാൽ ഈ വർഷം ഓൺലൈൻ ആയിരിക്കുന്നു, അതായത് CBT ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടത് ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ആയിട്ടുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ, TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാം. കീം എക്സാം എഴുതേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് കീം എക്സാമിൽ നല്ല ടോപ്പ് റാങ്ക് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കീം എക്സാം CBT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഫിസിക്സ്, കെമിസ്ട്രി രാവിലത്തെ സെഷൻ ഒരു സിംഗിൾ പേപ്പറിലായിരുന്നു. മാത്സ് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ അടുത്ത സിംഗിൾ പേപ്പറിലായിരുന്നു. എന്നാൽ ഈ വർഷം CBT ബേസിസിലായതുകൊണ്ട് 3 മണിക്കൂറിലാണ് എക്സാം നടത്തുന്നത്. അതായത് എക്സാമിന്റെ ടൈം നല്ല ചുരുങ്ങിയിട്ടുണ്ട്. ഇനി എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം വരെ 120 ഫിസിക്സ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസും 120 മാത്സ് ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 240 ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നിന്നും ഉണ്ട്. എന്നാൽ ഈ വർഷം 30 കെമിസ്ട്രി ക്വസ്റ്റ്യൻസും 45 ഫിസിക്സ് ക്വസ്റ്റ്യൻസും 75 മാത്സ് ക്വസ്റ്റ്യൻസും ആണ് ഉള്ളത്. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഇനി റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 2:3:5 റേഷ്യോയിലാണ് വന്നിരുന്നത്. അതുപോലെ തന്നെ ഈ വർഷവും 2:3:5 റേഷ്യോയിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം അതുപോലെ ഈ വർഷവും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതലുള്ള സബ്ജക്റ്റ് ആണ് മാത്സ്. അതുകൊണ്ട് മാത്സ് സബ്ജക്റ്റിൽ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ JEE മെയിൻ എൻട്രൻസ് എക്സാമിന്റെ അതേ ഫോർമാറ്റിലായിരിക്കും CBT കീം എക്സാം നടക്കുന്നത്. കീം എൻട്രൻസ് എക്സാം കഴിഞ്ഞ വർഷം എല്ലാ കുട്ടികളും ഒരേപോലെ ഒരേ ദിവസം ഒരേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ ഒരു ദിവസം 2 or 2-ൽ കൂടുതലോ സെഷൻസ് ആയിട്ടായിരിക്കും എക്സാം നടത്തുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റുഡന്റിന് കിട്ടുന്ന ക്വസ്റ്റ്യൻസിനെയും കാട്ടി എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും അടുത്ത സ്റ്റുഡന്റിന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം, നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും, മാർക്ക് നോർമലൈസേഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഡൗട്ട് ഉണ്ടായിരിക്കാം. മാർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ CBTയിൽ സ്കോർ ചെയ്യുന്ന മാർക്കും നിങ്ങൾ +2 ബോർഡ് എക്സാമിൽ സ്കോർ ചെയ്യുന്ന മാർക്കും കൂടെ ഈക്വലൈസ് ചെയ്തിട്ടായിരിക്കും കീം റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻസ് വന്നിരിക്കുന്നത് ഓഫ്ലൈനിൽ നിന്നും ഓൺലൈൻ ആയിട്ടുള്ള CBT ആയിട്ടുണ്ട്. പിന്നെ 240 എന്നുള്ള ക്വസ്റ്റ്യൻസ് ചുരുക്കി 150 ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കി വെയിറ്റേജിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും യാതൊരു മാറ്റവുമില്ല. കീം എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ പോകാൻ. ഓൾ ദ വെരി ബെസ്റ്റ്.